നമുക്ക് ബാലിന്റെയും കോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് മീനാക്ഷി വന്ന് ആര്യനെ മിത്രയെ സമാധാനിപ്പിക്കണം. അതെ, വിഷമിക്കൊന്നും വേണ്ട, 25,000 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. നാളെ തന്നെ ഗോപാലൻ ആ പണം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അല്ല അത് പിന്നെ ഏടത്തി പണത്തിന്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട, ഞാൻ തരാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അത് വേണ്ട, അത് ശരിയാകത്തില്ല. ഞാനേ ഒന്ന് രണ്ട് സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട്, മിക്കവാറും നാളെ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. എന്താ ആര്യത്? ഞാൻ ആരാ നിന്റെന്ന് ചോദിച്ചു. അല്ല അത് ഞാൻ എന്താ നിനക്ക് മിത്രയ്ക്കും അന്യാണോന്ന് ചോദിച്ചു. അല്ല ഏട്ടത്തി, അത് പിന്നെ ഏട്ടത്തി, ഓ എന്റെ കയ്യിൽ നിന്ന് ഇനിയിപ്പോ പൈസ ആയിരുന്നോണ്ട് അത് മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യാം, അതിന് പലിശ അങ്ങ് തന്നേരെ, അപ്പൊ പ്രശ്നം തീർന്നില്ലേന്ന് ചോദിച്ചു. തമാശ രൂപയ്ക്കാണ് മീനാക്ഷി അത് പറഞ്ഞേ. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചു. അതെ, മര്യാദയ്ക്ക് ഞാൻ അങ്ങോട്ട് പറയുന്ന അനുസരിച്ചാൽ മതി, നാളെ ഞാൻ പൈസ തരും, അത് കൊണ്ടേ ഗോപാലനോട് കൊടുത്തേക്കണമെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും അന്നെ ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, കണ്ടില്ലേ മീനാക്ഷി ചേച്ചിക്ക് നമ്മളോടൊക്കെ എത്ര സ്നേഹമാണ്, ശരിക്കും പാവാ. നമുക്കൊരു വിഷമം ഉണ്ടായി കഴിഞ്ഞപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ, പക്ഷേ എങ്കില് അങ്കിള് കണ്ടോ, അങ്കിൾ എത്ര രൂക്ഷമായിട്ടാ എന്നോട് പെരുമാറിയെന്ന് പറഞ്ഞു. ആര്യം പറഞ്ഞു, അച്ഛൻ ചിലപ്പം അങ്ങനെയൊന്നും ഓർത്ത് പറഞ്ഞായിരിക്കില്ല, പിന്നെ ആയിരിക്കില്ല പോലും. ഇല്ല, അങ്കിളിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, വേണമെങ്കിൽ ഒരു 25,000 രൂപ തരാവുന്നല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മിത്രേ? മേടിക്കില്ല എന്നറിയാം, എങ്കിലും വേണോടാ എന്നൊരു വാക്ക് പോലും ചോദിച്ചല്ലോ. ഈയിടെ ട്രിപ്പ് പോകാനായിട്ട് അങ്കിളിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നല്ലോ. അപ്പം ആരിനൊരു ആവശ്യം വന്നു കഴിയുമ്പം അങ്കിള് സഹായിക്കുമല്ലേ ചെയ്യണ്ടേ, അതിന് സഹായിച്ചോന്ന് ചോദിച്ചു. ബാലൻ പറഞ്ഞു, അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നല്ലേ മിത്രയെന്ന് ചോദിച്ചു. അറിയാം, എന്നാലും ഇത് കുറച്ച് കടന്നു കേട്ട ആര്യ, എനിക്കിതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മിത്ര തന്റെ വിഷമം എന്താണെങ്കിലും മനസ്സിൽ നിന്ന് കളഞ്ഞില്ല. മിത്രയ്ക്ക് ഭയങ്കര വിഷമായിരുന്നു, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ആരിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്കിള് തയ്യാറായല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മിത്രയുടെ മനസ്സിൽ. ഈ സമയത്ത് മീനാക്ഷി മുറിയിലേക്ക് എത്തിയപ്പോ ആകാശ് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആകാശിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ചെന്താ ഭയങ്കര ആലോചന, ട്രിപ്പിന്റെ ഹാങ് ഓവർ മാറിയില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, അതൊന്നും അങ്ങനെ പെട്ടെന്ന് മാറത്തില്ല മോളേന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ? അതങ്ങനെ മാറണമെങ്കിലേ കുറെ സമയം പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി, നിങ്ങൾ പോയി അടിച്ചു പൊളിച്ചില്ലേ, സാരമില്ല, ഞങ്ങൾ പെണ്ണുങ്ങൾ തന്നെ എവിടെയെങ്കിലും ട്രിപ്പ് പോകുമെന്ന് പറഞ്ഞു. പോയിക്കോ, അതെ, സ്വസ്ഥതയെ സമാധാനത്തോടും കൂടി ഞങ്ങൾക്ക് 2 ദിവസം കൂടെ കഴിയാലോ എന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, എപ്പോഴും അത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? നിന്നോടെന്താ ഞാൻ മുമ്പ് തൊട്ട് പറയുന്ന എന്റെ കടയുടെ ലൈസൻസിന്റെ കാര്യം, ഇതുവരെയായിട്ട് നീ അത് ശരിയാക്കി തന്നിട്ടില്ല. എന്താ മീനു ഇങ്ങനെ? ഇന്നല്ലെങ്കിൽ നാളെ കട തുടങ്ങാന്നൊരു പ്രതീക്ഷയോടുകൂടി ഞാനിരിക്കുന്നേ. പലിശയ്ക്ക് പണം മേടിച്ചാ അതിന് ഇപ്പോഴും പലിശ കൊടുത്തോണ്ടിരിക്കുക, എന്തേലും ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് ചോദിച്ചു. ആ സമയം മീനു പറഞ്ഞു, കടയുടെ ലൈസൻസ് ഞാൻ ആകാശിന് സെറ്റ് ചെയ്ത് തരണോ അല്ലേ? എപ്പോ സെറ്റ് ചെയ്ത് തന്നെന്ന് ചോദിച്ചാൽ മതി, അതിന് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ആകാശ് പറഞ്ഞു, വെല്ലുവിളിയാണോ? അതെ. ആകാശ് പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം, ഞാൻ മീനാക്ഷി സ്റ്റോഴ്സ് ഉറപ്പായിട്ടും തുറക്കുമെന്ന് പറഞ്ഞു. മീനു പറഞ്ഞു, തുറന്നു വാ. അതൊന്നും തുറക്കാൻ പറ്റില്ല, എന്താണെങ്കിലും ഗോമതി സ്റ്റോഴ്സ് ഉണ്ടല്ലോ, തൽക്കാലത്തേക്ക് ഗോമതി സ്റ്റോഴ്സ് നിന്നാ മതി. ആകാശ് മീനാക്ഷി സ്റ്റോഴ്സ് ഓപ്പൺ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അത് നീയാണോ തീരുമാനിക്കുന്നത്? എന്ത് തരികിട പരിപാടി കാണിച്ചിട്ടാണ് ശരി, നീ എതിർത്താലും ശരി, ഞാൻ ആ ലൈസൻസ് കൈയടക്കിയിരിക്കും, നീ കണ്ടോ മീനു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകാശ് വെല്ലുവിളിക്കുവാണ് മീനുവിനെ. അപ്പോഴേക്കും മീനു പറഞ്ഞു, അത്രയ്ക്ക് ധൈര്യമുണ്ട് ആകാശ്, ഒരു കാര്യം ചെയ്യാൻ, ആ ലൈസൻസ് കൈക്കലാക്ക. അങ്ങനെ ആക്കണമെങ്കിൽ എന്നെ ആ സ്ഥാനത്തുനിന്ന് മാറ്റണം, എന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ആക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ആകാശിനുള്ള ലൈസൻസ് കിട്ടത്തോളം എന്ന് പറഞ്ഞു. ആകാശോട് ഞാൻ നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കാന്നൊക്കെ ആകാശ് ഒരു വെല്ലുവിളികളൊക്കെ നടത്തുവാണ്. ഈ സമയത്ത് മീനു പറഞ്ഞു, നമുക്ക് നോക്കാം ആരാ ജയിക്കുന്നേന്ന്. ഈ സമയത്ത് മീനുവിന് പണി കൊടുക്കാനായിട്ട് കൃഷ്ണമംഗലത്തുള്ളവർ തീരുമാനിക്കണം, അച്യുതനും അല്ലവും കൂടെ ചേർന്നിട്ട്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ആ കോറയുടെ ലൈസൻസ് എത്രയും പെട്ടെന്ന് കിട്ടണം. അവൾ ആ കസേര ഇരിക്കുന്നിടത്തോളം കാലം അത് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചു. അല്ലോ പറഞ്ഞു, അച്ഛാ അവളെ അവിടുന്ന് മാറ്റണം, അവളിനി ഒരു കാരണവശാലും അവിടെ ഇരിക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു. പറ്റുമെങ്കിൽ അവൾക്കൊരു സസ്പെൻഷൻ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കാൻ പറഞ്ഞു. അച്ഛനും പറഞ്ഞു, അത്ര എളുപ്പമുള്ള കാര്യമല്ല, വല്ല കൈക്കൂലി കേസിൽ പിടിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. അച്ഛൻ വിചാരിച്ചാണോ നടക്കില്ലാത്ത? അച്ഛനും ശ്രമിച്ചു നോക്ക്, കുറെ കാലമായി ദേവമംഗലംകാര് കിടന്ന് കളിക്കുന്നേ. പിന്നെ ആ മീനാക്ഷി എന്ന് പറയുന്നവള്, അവള് എനിക്കിട്ട് പണി തന്ന അവളെ അങ്ങനെ പെട്ടെന്ന് മറക്കവും പൊറുക്കൊന്നുമില്ല. കാരണം മീനാക്ഷിയാണ് ആ ലോകിന്റെ തലക്കിട്ടടിച്ച്, അപ്പൊ അതിന്റെ വാശിയും വരെയായിരിക്കും അവന്റെ മനസ്സിൽ കിടക്കുവാണല്ലോ.
ആ സമയത്ത് അച്യുതൻ പറഞ്ഞു, എടാ അങ്ങനെ കൈക്കൂലി കേസ് പിടിപ്പിക്കാന്ന് പറഞ്ഞാല് അത് എളുപ്പമുള്ള കാര്യമില്ല. മീനാക്ഷിയുടെ സ്വഭാവം അറിയാലോ, നേരെ വാ നേരെ പോകുന്നുള്ള സ്വഭാവക്കാരിയാ. അതുകൊണ്ടാണ് നമുക്ക് ലൈസൻസ് പോലും ഇതിനായിട്ടും കിട്ടാത്തേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അലോക് പറഞ്ഞു, എത്ര ഇതാന്ന് പറഞ്ഞാലും നമ്മൾ വിചാരിച്ച നടക്കാത്ത കാര്യമുണ്ട് അച്ഛാ. അച്ഛന് നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുക, എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അച്യുതനും തോന്നി ശരിയാണ്. അവളെ കൈക്കൂലി കേസ് പിടിപ്പിക്കുകയാണെങ്കിൽ ബാലിന് ഒരു പണി തന്നെയായിരിക്കും. പത്രത്തിലും ന്യൂസ് ചാനലിലും ഒക്കെ വാർത്ത വരും. അവളുടെ ജോലി കുറച്ച് നാളത്തെങ്കിലും പോയി കിട്ടും. അതൊരു നല്ല കാര്യമായിട്ടാന്ന് തോന്നി അതൊരു നല്ല കാര്യമായിട്ട് തോന്നി അച്യുതന്. അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് തന്നെ അത് നടത്താൻ തന്നെ തീരുമാനിക്കുകയാണ്. പക്ഷെ ഇതൊന്നും മീനാക്ഷിയോട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് മിത്ര മുറിയിലേക്ക് ചെല്ലുമ്പോ ആരിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണം. ആരിനെന്താ ആലോചിക്കണം? ഒന്നുമില്ല, എനിക്കറിയാം. എന്നെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് ഓർത്തിട്ടല്ലേ. പൈസയുടെ ബുദ്ധിമുട്ട് ആര് നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആര്യ, ഇനിയിപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ എന്റെ പഠിത്തം നിർത്തിയാലോന്ന് ചോദിച്ചു. പഠിത്തം നിർത്താനോ? അതെ. അല്ല, ആന്റെ പൈസയൊന്നുമില്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പോ ആര്യം പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അധികം വൈകാതെ ഞാൻ കുറച്ച് പൈസയും കൂടെ ഉണ്ടാക്കും. പിന്നീട് നിന്നെ സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിന് വിടും. മര്യാദയ്ക്ക് പോയി പഠിച്ച് സിവിൽ സർവീസ് എടുക്കാൻ നോക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ മിത്ര പറഞ്ഞു, സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിനോ? പിന്നെ എന്താ നീ വിചാരിച്ചോണ്ടിരുന്നേ? ഈ പോലീസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിയട്ടെ, അത് കഴിയുമ്പോൾ അടുത്തത് തുടങ്ങണം. എന്റെ ഒരു ആഗ്രഹമാണ്. അച്ഛൻ എന്നെ ഒരു IAS കാരനാക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് അത് സാധിച്ചില്ല. പക്ഷെ നിന്നെ അങ്ങനെ ആക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നിനക്ക് അതിനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ട് താനും. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അല്ലാരിയ, ഞാന് പോലീസുകാരി ആവാനായിട്ട് എനിക്കറിയാം. ആയിക്കോ, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. പക്ഷെ നീ പഠിക്കണമെന്ന് പറഞ്ഞു. അല്ലാരിയ, അതിനൊക്കെ കുറെ പൈസ ആവൂലേ? പൈസയുടെ കാര്യം ഓർത്തൊന്നും നീ വിഷമിക്കണ്ട. ഞാൻ പൈസയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്നോളാന്ന് പറഞ്ഞു. നീ പഠിച്ചാൽ മാത്രം മതി. അത്ര ഒരു ഉപകാരം എനിക്ക് ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞു. അതേസമയം കിടന്നിട്ട് ഗോമതിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഗോമതി ബാലനോട് പറഞ്ഞു, ബാലേട്ടാ, അവൻ എങ്ങനെ 25,000 രൂപ എവിടെ നിന്ന് ഉണ്ടാക്കാനായിട്ടാ? ബാലേട്ടൻ എന്നെങ്കിൽ ആ ഗോപാലേട്ടൻ അങ്ങോട്ട് പണം കൊടുത്താൽ പോരായിരുന്നോ? പാവ ആര്യന് അവനോട് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അവൻ മിത്രയുടെ കാര്യത്തിന് വേണ്ടിട്ടല്ലേ ബാലേട്ട പണം വാങ്ങിയത്? ഒരു നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അവനോട് ഞാൻ പറഞ്ഞോ മിത്ര പോലീസ് ട്രെയിനിങ്ങിന് വേണ്ടി വിടാനായിട്ട്? അതിന്റെ പ്രാക്ടീസിനും കാര്യത്തിനും അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അല്ല, എന്നാലും ബാലേട്ട, അവന്റെ മിത്രയുടെ ഏറ്റവും വലിയ ആഗ്രഹമില്ലായിരുന്നോ? അവൾ പോലീസുകാരിയാന്നുള്ള അവളുടെ ആഗ്രഹമാണ്. അതിനെ ആരും സപ്പോർട്ട് ചെയ്തല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഗോമതി, എനിക്കിഷ്ടമില്ലാത്ത കാര്യമെന്ന്. പിന്നെ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അവൻ എന്നെ ധിക്കരിച്ച് ഭാര്യയെ വിട്ടതല്ലേ, അനുഭവിക്കട്ടെ അവിടെ കിടന്ന്. എന്നെ കൊണ്ട് പറ്റില്ല. ഒരു 5 രൂപ പൈസ പോലും ഞാൻ കൊടുക്കില്ല എന്നൊക്കെ ബാലൻ പറയണം. ഗോമതിക്ക് ഭയങ്കര വിഷമായി. ഗോമതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും പണയം വെച്ച് ഞാൻ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. ബാലൻ ചാടി എഴുന്നേറ്റു. നിനക്ക് എന്താ ഗോമതി, പറഞ്ഞ തലയിലേക്ക് കയറത്തില്ലേന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ബാലേട്ടാ, അങ്ങനെയാണ്ടൊരു കാണിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നീ ഇങ്ങനെ നടത്താനൊക്കെ പറഞ്ഞിട്ട് ബാലൻ ദേഷ്യപ്പെടുകയാണ്. ഗോമതിക്ക് സങ്കടമായി. ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഈ സമയത്ത് ഉദയഭാനു വീട്ടിൽ തല പൊറിഞ്ഞ് ആലോചിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എങ്ങനെയെങ്കിലും കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം. ബാലന്റെ മുറി കയറി ആ സ്വർണം അടിച്ചു മാറ്റാൻ പറ്റിയൊരു സമയമായിരുന്നു. പക്ഷെ കൃത്യ സമയത്ത് തന്നെ തന്റെ മോള് വന്ന് തനിക്കിട്ട് പണി തന്നു. ഇനിയിപ്പോ എങ്ങനെയൊന്ന് രക്ഷപ്പെടാൻ പറ്റുന്നേ? ഒരുപക്ഷെ ആ സ്വർണം കിട്ടുവാണെങ്കിൽ തനിക്ക് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ ഇനിയിപ്പോ സുകന്യ ഒരു 5 ലക്ഷം രൂപയും കൂടെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൾ എന്ന് തരുമെന്നോ എപ്പോ തരുമെന്നോ അറിയത്തില്ല. അവളെ പറ്റിക്കാനായിട്ട് എളുപ്പമാണ്. ആ സിംഗപ്പൂർ ലൈസൻസിന്റെ പേരിൽ അവളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പിടിക്കപ്പെട്ടിട്ടുണ്ട്, തീർന്നു. തന്റെ മോള് തന്നെ വെറുതെ വിടത്തില്ല. അങ്ങനെ ഒരു ചിന്തയൊക്കെയായിരുന്നു ഉദയഭാനുവിന്റെ മനസ്സിൽ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പക്ഷെ ആ സ്വർണം കിട്ടുവാണെങ്കിൽ തനിക്ക് കുറച്ച് നാളത്തേക്ക് ഇതുപോലെ തരികിട പരിപാടിക്കൊന്നും പോകണ്ട, നിർത്തിവെക്കാന്നൊരു ചിന്തയായിരുന്നു ഉദയഭാനുവിന്റെ മനസ്സിലുണ്ടായിരുന്നേ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.